ഷിൻകാൻസൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ ഭയങ്കര സ്പീഡിൽ പോകുന്ന സാധനം. 366 കിലോമീറ്റർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിയെത്താൻ പോവുകയാണ്. ജപ്പാനിലെ എൻ്റെ ഫേവറേറ്റ് സൂവനിയർ ആയിരിക്കും ഇത്. ഞാൻ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്ത് ടക്കയാമയിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു റൂം ടൂർ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഇരിക്കാം. നമ്മൾ സ്വിം സൂട്ട് ഒന്നും ഇടാൻ പാടില്ല, ഫുള്ളി നേക്കഡ് ആയിട്ട് വേണം ഇറങ്ങാൻ. ടാറ്റു ഉള്ളവർക്ക് ഇറങ്ങാൻ പറ്റില്ല, ടാറ്റു നമ്മൾ കവർ ചെയ്യണം. അത് നമ്മളെ ഓൺസൺ കൺസിഡർ. അപ്പോൾ നമ്മുടെ കിയോട്ടോയിലെ ലാസ്റ്റ് ഫ്യൂ അവേഴ്സ് 1-2 മണിക്കൂർ കൂടെ ഉള്ളൂ. ഇതാണ് നമ്മൾ നിന്ന ഹോസ്റ്റൽ. ഭയങ്കര നല്ല ഹോസ്റ്റലായിരുന്നു, സൂപ്പർ ഹോസ്റ്റൽ, ഒന്നും പറയാനില്ല. അപ്പം നമുക്ക് കിയോട്ടോ ഓഫ് കോഴ്സ് ടോക്കിയോ ആണല്ലോ, അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ട ഒരു സ്ഥലമാണ് ടക്കയാമ. അപ്പം നമ്മൾ ടക്കയാമയ്ക്കാണ് പോകുന്നത്. അപ്പം ഞാൻ 2 ദിവസം നമ്മൾ ടക്കയാമ ഉണ്ടാവും. ടക്കയാമയിൽ നിന്ന് ഷിറക്കാവഗോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ടക്കയാമയിലെ കാഴ്ചകളായിരിക്കും. പൊതുവെ ആൾക്കാർ പറയും ജപ്പാൻ മൊത്തം ട്രാവൽ ചെയ്തിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കിയോട്ടോ ആണെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ അയ്യോ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പോകെ പോകെ കുറഞ്ഞ് വരുമോ നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. പക്ഷേ ലെറ്റ്സ് സീ, ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. എന്നാലും കിയോട്ടോ അടിപൊളിയായിരുന്നു. ആൻഡ് പിന്നെ ഇവിടെ ജപ്പാനിലൊരു കാര്യം കാണിച്ചു തരട്ടെ. എന്നാലും ഇവിടെ ഒരു വാളറ്റ് കളഞ്ഞു പോയേ. ആ വാളറ്റ് ഇന്നും വാതിലടച്ചോട്ടെ. ആ വാളറ്റ് ഇന്നും ഇവിടെ ഇരിക്കുകയാണ്. അവർ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ലോസ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ ആരെങ്കിലും ഇവിടെ നിന്നായിരിക്കും കളഞ്ഞു പോയിട്ടുണ്ടാവുക, ഇവിടെയാണ് ഇത് കിടന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് എടുത്തു വെച്ചോളാൻ പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ എനിക്കൊരു കാര്യം സംഭവിച്ചായിരുന്നു. എൻ്റെ പ്രൈസ് കിട്ടിയ പോസ്റ്റർ ഞാൻ കൂടെ എടുക്കുന്നുണ്ട്. വൈ നോട്ട്? ജപ്പാനിൽ നിന്ന് പ്രിൻ്റ് എടുത്തുകൊണ്ട് ജപ്പാനിലെ എൻ്റെ ഫേവറേറ്റ് സൂവനിയർ ആയിരിക്കും ഇത്. കിയോട്ടോ റെയിൽവേ സ്റ്റേഷനിലെ, അതായത് കിയോട്ടോ മെയിൻ സ്റ്റേഷനിലെ ലിഫ്റ്റ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കളായി. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഷിൻകാൻസൻ കയറാൻ പോവാണേ. ഷിൻകാൻസൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ ഭയങ്കര സ്പീഡിൽ പോകുന്ന സാധനം. നമുക്ക് പോകേണ്ട സ്ഥലം വരെ ഇല്ല, അതിന്റെ പകുതി വരെ ഉള്ളൂ. പക്ഷെ പകുതി വരെ പോകുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഷിൻകാൻസനിലാണ്, നസോമി. ഇപ്പൊ എക്സൈറ്റഡ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, 10 മിനിറ്റിൽ വരും. പിന്നെ ഇതിങ്ങനെ ഭയങ്കര പ്രിസൈസ് ആണ്. അതിലെന്നോട് പറഞ്ഞ ഷിൻകാൻസൻ ലേറ്റ് ആയ ചരിത്രമില്ല. ഏതോ ഒരു പ്രാവശ്യം 25 സെക്കൻഡ്സ് നേരത്തെ എടുത്തതിന് അവരൊരു പബ്ലിക് അപ്പോളജി ഒക്കെ എഴുതി ആൾക്കാർക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്രയും പ്രിസൈസ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞാൽ വന്നു ആൾക്കാർ കയറി എടുത്തു. പക്ഷെ എക്സൈറ്റഡ്. ഇന്ത്യക്ക് 2 ഷിൻകാൻസൻ ജപ്പാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 366 കിലോമീറ്റർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിയെത്താൻ പോവുകയാണ്. അൺബിലീവബിൾ അല്ലേ? അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇത് നെതർലാൻഡ്സിൽ വരുവാണെങ്കിൽ എനിക്ക് ഓഫീസിൽ പോയി വരാൻ അരമണിക്കൂർ വേണ്ടി വരില്ല. ഇപ്പോൾ 1 മണിക്കൂറാണ്, വിച്ച് ഈസ് ഓൾസോ നോട്ട് ബാഡ്. ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് ഷിൻകാൻസനിൽ ഒരു ഫേറ്റാലിറ്റി പോലും ഇല്ല. ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആരും ഇന്നേ വരെ മരിച്ചിട്ടില്ല. എർത്ത് ക്വേക്ക് കൊണ്ടും അങ്ങനെയുള്ള എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മാത്രമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രിസൈസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വേണ്ടത്. അല്ലേ, ഇനിയിപ്പോൾ ഇവിടുന്ന് പറക്കാൻ തുടങ്ങും. ഓരോ ഇൻഡിവിജ്വൽ കാറും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാറും ഇൻഡിവിജ്വലി പവേർഡാണ്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് സ്പീഡിൽ പോകാൻ തോന്നുന്നത്. ഇത്രയും സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്രൈവർമാർക്ക് ഇതിൻ്റെ മുന്നിലുള്ള ഈ റെയിൽവേ സിഗ്നൽസ് ഒന്നും ഈ യാത്രക്കിടയിൽ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ റെയിൽവേ സിഗ്നൽസ് ഒക്കെ ഇവരുടെ ട്രെയിനിലേക്ക് അയക്കുകയാണ്. ഇവരുടെ ലൊക്കേഷൻ വെച്ചിട്ട് ഇവരെ റെയിൽവേ ലോക്കോ പൈലറ്റിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എർത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ജപ്പാനിലാണല്ലോ ഏറ്റവും കൂടുതൽ എർത്ത് ക്വേക്ക് ഒക്കെ ഉണ്ടാകുന്നത്. എർത്ത് ക്വേക്കിൻ്റെ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ കിൽ സ്വിച്ച് ട്രെയിനിലേക്ക് അയക്കുകയാണ്. അപ്പം തന്നെ ട്രെയിന് ഓഫായിട്ട് അവിടെ നിൽക്കും. Probably one of the safest place to be in when you're facing earthquake in Japan. ഇത് അത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്, ഒന്നും പറ്റില്ല. ഏത് നിമിഷവും ഷിൻകാൻസൻ വരാം, പറയാൻ പറ്റില്ല. ഏത് സൈഡിൽ നിന്നാണ് വരുന്നത് നോക്കിയിട്ടേ അപ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് വന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ഡോൾഫിൻ്റെ ഫേസ് പോലെയൊക്കെ ഉണ്ട് ഫ്രണ്ട് കാണുമ്പോഴത്തേക്ക്. അത്രയും എയറോ ഡൈനാമിക്കലി ഡിസൈൻഡ് ആണ്. അതാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഞാൻ കണ്ട് ഞെട്ടി.
നിന്റെ സീറ്റ് നമ്പർ ഏതാ? ലേസർ പ്രസിഷനിലാ ഡോർ നിർത്താന്നൊക്കെയാ പറഞ്ഞ. സീറ്റൊക്കെ ബാക്കോട്ടേക്ക് ആക്കാട്ടോ, നല്ല കംഫർട്ടബിളാ. ഫ്ലൈറ്റ് ആക്സലറേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട് ഇത് ആക്സലറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങാനായില്ല. നമ്മൾ ഏകദേശം ഇറങ്ങാനായി. ട്രെയിൻ നിർത്തുന്നതിന് മുന്നേ നമ്മളിവിടെ ഇറങ്ങി നിൽക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത്രയും കുറച്ച് നേരം ഇത് ഇവിടെ നിൽക്കുള്ളൂ. ഒരു അരമണിക്കൂർ അറിഞ്ഞില്ല. ഒന്നും പറയണ്ട, കിയോട്ടോ വരുമ്പോ മസാജ് ചെയ്തതിന്റെ ക്ഷീണത്തിലായപ്പോ. വേദന വരുമ്പോ നടന്നിട്ടുണ്ടായ വേദനയാണോ മസാജിന്റെ വേദനയാണോ? നമ്മള് ഒരു ദിവസം 30K സ്റ്റെപ്സ് നടന്നു, വിച്ച് ഇസ് ഓൾമോസ്റ്റ് 20 കിലോമീറ്റേഴ്സ്. ഓൾമോസ്റ്റ് 21 കിലോമീറ്റേഴ്സ്. അതിന്റെ വേദനയാണോ മസാജിന്റെ വേദനയാണോ എന്ന് മനസ്സിലാകാത്തൊരു അനുഭൂതിയിലാണ് ഞാനിപ്പോ. അങ്ങനെ നമ്മൾ കിയോട്ടോൻ്റെയും ടോക്കിയോൻ്റെയും ഇടയ്ക്കുള്ള സ്റ്റോപ്പായ ഞാൻ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്ത ടക്കയാമയിൽ എത്തിയിരിക്കുകയാണ്. ടക്കയാമ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക് വില്ലേജാണ്. നേച്ചറുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു വില്ലേജാണ്. നേച്ചർ ലവേഴ്സിന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഇത് ജാപ്പനീസ് ആൽപ്സിൻ്റെ മലനിരകളുടെ താഴ്വാരത്തുള്ളൊരു കുഞ്ഞി ടൗണാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ടോക്കിയോയിലെ കിയോട്ടോ പോകുമ്പോൾ ഭയങ്കര ക്രൗഡഡായിരുന്നല്ലോ. ഇവിടെ ഇപ്പം ഒരു പ്രൈം ടൈമിൽ വന്നാൽ പോലും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ടക്കയാമ എന്ന് പറയുന്നത് നമ്മളൊരു 1600s അല്ലെങ്കിൽ ഒരു 1700s കാലം എടുത്തു വെച്ച പോലെ തോന്നും. ആ എഡോ പീരീഡിലുള്ള അതേപോലെ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ വുഡൻ ഹൗസസ് ഒക്കെ അതുപോലെ വെച്ച് ഒരു ശരിക്കും ഒരു സ്റ്റെപ്പിംഗ് ബാക്ക് ടു ഹിസ്റ്ററി എന്നുള്ളൊരു ഫീൽ അല്ലേ? അതെ, നമ്മൾ ഈ ഗിയോൺ പോയ ടൈമിൽ അവിടെ ആൾക്കാരില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിരാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അപ്പം നമ്മൾ പീക്ക് ടൈമിലാണ് വന്നിട്ടുള്ളത്, ഉച്ചയ്ക്കൊക്കെയാണ്. എന്നിട്ട് പോലും ഇവിടെ കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ചൊന്ന് രാവിലെ വരുവാണെങ്കിൽ, അതിരാവിലെ ഒന്നും വേണ്ട, കുറച്ചൊന്ന് രാവിലെ വന്നാൽ തന്നെ ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമുക്ക് നന്നായിട്ട് ഇവിടുന്ന് ഫോട്ടോയോ വീഡിയോയോ സ്ഥലങ്ങളൊക്കെ മര്യാദയ്ക്ക് കാണാനും ആൾക്കാരില്ലാതെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിങ്ങോട്ടേക്ക് കിയോട്ടോന്ന് ടക്കയാമയ്ക്ക് വരുന്ന ട്രെയിൻ റൈഡും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവിടുത്തെ ജാപ്പനീസ് ആൽപ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂപ്പറായിരുന്നു. ഒരു സൈഡിൽ ഗോർജും മറ്റേ സൈഡിൽ മൗണ്ടനും അതിങ്ങനെ ഓൾട്ടർ ചെയ്ത് മാറി മാറി വരും. ലെഫ്റ്റ് സൈഡിൽ കുറേ നേരം ആ പുഴയും പിന്നെ അതിൻ്റെ മുകളിൽ കൂടെയുള്ള പാലങ്ങളും പിന്നെ ആ ഗോർജും രസമാണ് കാണാൻ. അൺടച്ച്ഡ് ആയിട്ട് കിടക്കുന്ന നേച്ചർ. ഇവർ നേച്ചറിൽ ഇടപെട്ടില്ല എന്നല്ല, ഇടപെട്ടിട്ടുണ്ട്. കുറേ സ്ഥലത്ത് ഡാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ഡാം കാണാൻ പോലും ഭയങ്കര രസമാണ്. അത് ആ പുഴയുടെ ഭാഗമായിട്ടും ആ പുഴയിലെ വെള്ളം വറ്റിപ്പോവാതിരിക്കാൻ ആ പുഴേനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഓവുചാലിലെ വെള്ളം കാണിച്ചു തരാമേ. ആസ് ക്ലീൻ ആസ് മറ്റേ ബിസ്ലറി വാട്ടർ. സൺലൈറ്റ് പോകുന്നതിൻ്റെ മുമ്പ് കുറച്ച് ഷോർട്സ് എടുക്കാൻ പോവാ. എന്നോ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുക്കുന്ന എന്നെ എണ്ണീപ്പിച്ച് അച്ചൂപ്പ് ലൈറ്റ് പോകുന്ന പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ലൈറ്റ് പോകുന്നതിന് മുന്നേ ഞാൻ എത്തട്ടെ. സാൻമാച്ചി സുചി എന്ന് പറഞ്ഞ ഇവിടെ ടക്കയാമയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രീറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ പണ്ട് ടിമ്പറിന് ഭയങ്കര ഫേമസ് ആയിരുന്നു. അതായത് ഹൈ ക്വാളിറ്റി ടിമ്പറിന് ഭയങ്കര ഫേമസ് ആയിരുന്നു.
പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഈ ടിമ്പർ മെർച്ചൻസ് ഈ ഹൈ ക്വാളിറ്റി വുഡ് അവരുടെ വീടിന് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ ക്വാളിറ്റി വുഡിനൊക്കെ അവർക്ക് കിട്ടിയിരുന്ന ഹൈ ക്വാളിറ്റി വുഡ് അവർ ഈ ഡാർക്ക് ബ്രൗൺ കളർ അടിച്ചിട്ട് ഏതാ വുഡ് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഫുൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ വീടുകളും ഈ ഒന്നിൽ ഓൾമോസ്റ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഫുൾ വുഡ്. അപ്പോൾ ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വാർണിഷൊക്കെ അടിക്കുന്ന പോലെ, അപ്പോൾ ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഏത് വുഡാണെന്നുള്ളത്. ബേസിക്കലി ഓൾമോസ്റ്റ് എല്ലാ വീടും നല്ല ഹൈ ക്വാളിറ്റി വുഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അന്ന് ആ ഒരു പർപ്പസ് ഡ്രിവണായിട്ട് അവർ കളർ അടിച്ചത് കൊണ്ട് ഇന്ന് ഈ സ്ഥലത്തിന് ഇങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി കൈവന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഒരു വുഡൻ പാലറ്റിലാണ് മൊത്തം സ്ഥലമുള്ളത്. ഇത് ഹോസ് റീഡ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ വീടിൻ്റെ മുന്നിൽ ഈ ഹോസ് റീഡ്സ് കാണാൻ പറ്റും. ഇത് ഹോസ് റീഡ്സ് ഉണക്കിയത് സ്റ്റിച്ച് ചെയ്തെടുത്താണ്. പക്ഷേ അതൊരു ടൈപ്പ് ഓഫ് ഗ്രാസ് തന്നെയാണ്. ട്രഡീഷണൽ ജാപ്പനീസ് ഹൗസിൽ വരുന്ന ഈ വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ എൻറ്റയർ സ്ട്രീറ്റ് ഉള്ളത്. ഗിയോണോ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ലെസ് ടൂറിസ്റ്റിയാണ് നമ്മൾ ടക്കയാമ വരുമ്പോൾ. വെൽക്കം ടു റൂം ടൂർ. ടക്കയാമയിലെ റൂം ടൂറിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ കയറുന്നിടത്ത് തന്നെ ഇവിടെ ബാത്റൂം ടോയ്ലറ്റ് ഒക്കെയാണ്. ഓ, ഇത് കുടുക്കാച്ചി ഷവർ ഏരിയ. ആൻഡ് ദെൻ ഇവിടെ വാഷ് ബേസൺ. ഓ, ടോയ്ലറ്റ്. അയ്യോ, ടോയ്ലറ്റിൽ ഇടാനുള്ള ഷൂ നോക്ക്. ആൻഡ് ഓഫ് കോഴ്സ് ജാപ്പനീസ് ടോയ്ലറ്റ്. സീറ്റ് ചൂടാവും, ഫ്രണ്ടിൽ നിന്ന് വെള്ളം വരും, ബാക്കിൽ വെള്ളം വരും. സെറ്റപ്പ്. ടോയ്ലറ്റിൽ നിന്നും ബാത്റൂം നോക്കി ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇത് ടട്ടാമി ഫ്ലോറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഷൂസ് ഒന്നും ഇടാൻ പറ്റില്ല. നമ്മൾ ഷൂസ് അവിടേക്ക് ഊരി കൊടുക്കണം. ഇവിടെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ തൂക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ജാപ്പനീസ് രീതിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. ഓ സോ ക്യൂട്ട്. ടീ സെർവ് ചെയ്യാം. നമ്മൾ അവിടെ നിന്ന് എണീറ്റ് ഇങ്ങനെ വരുമ്പോൾ ഇവർ നമുക്ക് പാൻറ്റും ടോപ്പും തരും വീട്ടിലിടാൻ. വീട്ടിലിട്ട തുണി വരെ ഇവർ തരും. പിന്നെ നമുക്ക് ഇവിടെ ഓൺസൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൺസണിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ തോർത്തും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വേണം പോകാൻ. ഈ കൊട്ടയും കൊണ്ട് ഇങ്ങനെ പോവാം. ഓൺസൺ ഇവിടെ ജാപ്പനീസ് ഹോട്ട് സ്പ്രിംഗ് ആണ്. ഇതിന് കബോർഡ് ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ ഇവരുടെ രീതിയിലുള്ള ബെഡാണ്. നിലത്താണ് ബെഡ് ഇട്ടിരിക്കുന്നത് തോന്നുന്നു. തോന്നുന്നല്ല ആണ്. ടക്കയാമയില് നമ്മൾ ഹോട്ടലിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളൊന്ന് കുളിക്കാൻ കയറുകയാണ്. കുളി എന്ന് പറഞ്ഞാൽ സാധാരണ കുളിയല്ല. നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്സ് കുറെ സ്ഥലത്തുണ്ട്. അപ്പൊ അതിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം വരും, സൗന്ദര്യം വരും, അങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശ്വാസം. അതിൽ കുറെ മിനറൽസ് ഒക്കെ ഉണ്ടെന്നാണ്. അല്ല, ഇത് ബേസിക്കലി നമ്മുടെ ഈ ജപ്പാൻ എന്ന് പറയുന്നത് അഗ്നിപർവ്വതങ്ങളുടെ നാടാണല്ലോ. അപ്പൊ ഇഷ്ടംപോലെ ഈ ലാവയും അതുമായിട്ടൊക്കെ കോണ്ടാക്ട് വന്നിട്ട് വരുന്ന ഈ ജിയോ തെർമൽ എനർജി എന്നൊക്കെ ചൂടാവുന്ന സാധനമായിരിക്കും. ജിയോ തെർമൽ എനർജി അല്ലെങ്കിൽ ഈ ലാവയുടെ ഒക്കെ ചൂടില്ലേ, ആ ചൂടൊക്കെ അടിച്ചിട്ട് വരുന്ന വെള്ളമാണ്. അപ്പം ഇവര് നമുക്ക് വേണ്ടി ചൂടാക്കുന്നതല്ല, നാച്ചുറലി ചൂടായിട്ടുള്ള ഹോട്ട് സ്പ്രിങ്സ് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. ജപ്പാനിൽ കുറെ സ്ഥലത്തുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് അഗ്നിപർവ്വതങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന വെള്ളം ഇവർ കളക്ട് ചെയ്തിട്ട് ഇവിടെ ഹോട്ട് സ്പ്രിങ്സിന് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നത് ഒന്നുമില്ല. അതിനകത്ത് നമ്മൾ തുണിയൊക്കെ വരി അതിനകത്ത് കുറെ നേരം കിടക്കാം. ഇടാൻ പാടില്ല. ഫുള്ളി നേക്കഡ് ആയിട്ട് വേണം ഇറങ്ങാൻ. ടാറ്റു ഉള്ളവർക്ക് ഇറങ്ങാൻ പറ്റില്ല. ടാറ്റു നമ്മൾ കവർ ചെയ്യണം. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മളെ ഓൺസൺ കാണിച്ചു തരാം. ഇതാണ് നാച്ചുറലി ഇവരെ എത്ര ഒരു ടെമ്പറേച്ചർ ആയിട്ട് ഇവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ ഇരുന്ന് നമ്മൾ പ്രോപ്പറായിട്ട് കുളിക്കണം. നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ ഓൺസണിലേക്ക് ഇറങ്ങണം. അപ്പം ആദ്യം ഒരു കുളിച്ചതിന് ശേഷം മാത്രമാണ് ഓൺസണിൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല ടക്കയാമ സിറ്റിയുടെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടുള്ളൊരു ഓൺസൺ ബാത്താണ്. ഇവിടെ തന്നെ നല്ല ചൂടാണ്.